വെട്ടാൻ പറ്റില്ലല്ലോ. അവിടെ പക്ഷെ നിങ്ങൾ പറയുന്നത് വാഴ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന മുതല് ഒറ്റ ഷോട്ട്. ശരിക്കും ഇത് കട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പൊ ഷോട്ടൊക്കെ പ്ലാൻ ചെയ്ത് വന്നിറങ്ങുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കട്ട്സ് പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തു. ഇവന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചിരിക്കാം, ചിരിപ്പിക്കാം, സന്തോഷിക്കാം. നമസ്കാരം. ബാക്ക് മീഡിയയിൽ ഇതൊരു സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്, ഒരു പൈങ്കിളി ഇന്റർവ്യൂ ആണ്. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. മറക്കോ? പൈങ്കിളി സിനിമയുടെ ഡയറക്ടർ ശ്രീജിത്ത് ബാബുവും പൈങ്കിളി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വിമൽ വിജി. നമസ്കാരം. നമസ്കാരം. ശ്രീധരനെയും പൈങ്കിളി സിനിമയൊക്കെ ആ ബാക്കിന്റെ സ്ഥിരം വീഡിയോകളൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. കാരണം ഞാൻ 3-4 ഇന്റർവ്യൂകളിൽ പൈങ്കിളികളെ പറ്റിയും ശ്രീജിത്ത് ബാബുവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് ബാബു എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ പാടാം. അണ്ണാന്ന് വിളിക്കണോ ചേട്ടാന്ന് വിളിക്കണോ? എന്റെ ഇഷ്ടം. ആദ്യമായിട്ട് എനിക്കൊരു ഇന്റർവ്യൂ നിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പൊ ശ്രീധരൻ ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എന്റെ നാട്ടുകാരനാണ്, സഹോദരനാണ്. ഒപ്പം വിമൽജിയും നമ്മുടെ സഹോദരനാണ്. നമ്മളൊക്കെ തുടങ്ങിയിട്ടൊരു ശ്രീധരൻ വഴിയാണ് എനിക്ക് വിമൽജിയെ പരിചയം. അപ്പം ശ്രീധര, പൈങ്കിളി തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട്. ഈ തലയിലിരിക്കുന്ന ബുദ്ധിയും തലച്ചോറും ഒക്കെ എടുത്ത കയ്യത്തോട്ട് കളഞ്ഞിട്ട് പടം കാണാൻ പോയ പടം സൂപ്പറാണ്. എന്താ പടത്തെ കുറിച്ച് ഡയറക്ടർക്ക് പറയാം? എത്രേ ഉള്ളൂ, എന്റെ ഒരു 2.25 മണിക്കൂർ ഹാപ്പി ആയിട്ട് എത്ര ടെൻഷനിലാണേലും പോയി 2.25 എല്ലാം മറന്ന് ചിരിച്ചു പോവുക. അതിന്റെ ലോജിക്ക് നോക്കരുത്. ഓവറാണ് പരിപാടി, ഫുൾ ഓവറാണ് പടം. കാരണം ഞാൻ എല്ലാവരും ആക്ടിങ് അടക്കം ഫുൾ ഓവർ പരിപാടികളുടെ സീക്വൻസ് പോലും വർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ എല്ലായിടത്തും പറഞ്ഞത്. അല്ലാത്തൊരു പ്രതീക്ഷയിൽ ആൾക്കാർ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് സിനിമ എന്ന് അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇത് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണ്ടാൽ അല്ല പടം കണ്ട് ഞാൻ പറഞ്ഞത് ഈ പടത്തെ കീറി മുറിച്ച് പരിശോധിക്കുന്നവരൊക്കെയാണ് അവിടെ ഇവിടെ കവറിട്ട്. അല്ലാതെ പടം കാണാൻ ഒരു 2-2.5 മണിക്കൂർ ആസ്വദിക്കാൻ പോകുന്നവർക്കെല്ലാം പൈസ വർത്താണ്. ഞാൻ അത് പണ്ട് മുതലേ നമ്മൾ എന്റർടൈൻമെന്റ് പരിപാടിയാണ് കൂടുതലും പിടിച്ചേക്കുന്നത്. മിമിക്രി ആയാലും നാടകമായാലും എല്ലാം നമ്മൾ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. ആൾക്കാരുടെ ഇടയിലാണേലും എല്ലാം നമ്മൾ അവരെ ഒന്ന് രസിപ്പിക്കുക, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എൻ്റെ അടുത്തിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കോമഡികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മർഡോണയുടെ ഡയറക്ടർ ഒരു ഡയലോഗ് അടിച്ചു. വിശ്വേട്ടൻ പറയാ, വിശ്വേട്ടൻ എൻ്റെ ഗുരുവാണ്. വിശ്വേട്ടൻ പറയാ, എടാ നിനക്ക് ടാർഗറ്റ് ഒന്നും തന്നിട്ടില്ല, ഒരു ദിവസം ഇത്ര കോമഡി അടിക്കണോ? 10 തേക്കണോ നിർബന്ധമൊന്നുമില്ല, കൊള്ളാവുന്നൊരു 5 അത് മതി എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് തിയേറ്ററിൽ ഒന്ന് ബോറടിക്കാൻ പാടില്ല. ടക്ക് 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 എന്ന് പറയും, പോയം വേണം പടം. അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഇത്. പിന്നെ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്റെ പേടി മൊത്തം ഇതായിരുന്നു. എന്റെ പേടി എന്ന് വെച്ചാൽ ഇത് ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവാത്തവരാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ് കയറി വന്നത്. പക്ഷെ കിട്ടിയവർക്കെല്ലാം ഓക്കെ. പക്ഷെ ഞാൻ അതും പ്രതീക്ഷിച്ചു. 45 മേലുള്ള ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അവർക്കാണ് ഞാൻ അവരെ അവർക്ക് എന്ന് തോന്നുന്നു വിചാരിച്ചു. അവർ അടിപൊളിയായിട്ടാണ് പറഞ്ഞു. അവർക്ക് സാധനം കിട്ടുന്നവർക്കെല്ലാം സെറ്റാണ് പരിപാടി. ഈ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു പടത്തിന്റെ ലൊക്കേഷനിലേക്ക്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഓവറാണ്. വിമർശിക്കും നമ്മുടെ നാടെന്ന് പറയാം. നമ്മളെല്ലാം നമ്മുടെ സീഡനാരി സാറേ ഓക്കെ. അപ്പൊ വിമർശി ഈ ലൊക്കേഷനിൽ ഡയറക്ടർ ഓവർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് വലിയ ക്രൂ ആണ്. കാര്യം ഭഗത് ഫാസിൽ പ്രൊഡക്ഷൻസ്, ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ്. ജിത്തു മാധവൻ തിരക്കഥ എഴുതിയിട്ട് 2 പടം ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന ഒരു സംവിധായകൻ. 20 വർഷത്തോളം ഇൻഡസ്ട്രിയിൽ അഭിനേതാവായിട്ടും അസോസിയേറ്റ് ആയിട്ടും ചീഫായിട്ടും ഒക്കെ വർക്ക് ചെയ്ത ഒരാള്. ആദ്യത്തെ പ്രൊജക്ട് അമ്പാൻ എന്ന് പറയുന്ന വലിയൊരു കഥാപാത്രം ചെയ്തതിനു ശേഷം സജിൻ ഗോപി ചെയ്യുന്ന പടം, നായകനാകുന്ന പടം. അപ്പം ഈ ഇത്രയും ഒരു വലിയ ക്രൂ വർക്ക് ചെയ്യുമ്പോൾ അത് ഈ കാണുന്ന ഓണമായത് ആ സിനിമയുടെ ഒരു സാധനം കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഓണത്തിൽ താളത്തിൽ ആർത്തുല്ലസിച്ച് പോകുന്നൊരു സംഭവം. അപ്പൊ ഒരു ലൊക്കേഷനിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ. ലൊക്കേഷൻ എന്താ വെച്ചാൽ നമ്മള് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു.
ജിത്തുവാണ് ആദ്യം പടത്തിലേക്ക് വിളിക്കുന്നത്, ഈ ഒരു പടം ഉണ്ട് നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് അതൊരു പേടിയൊന്നും ഉണ്ടായില്ല. കാരണം എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഫസ്റ്റ് പടമാണ് പ്രൊഡക്ഷൻ സ്വതന്ത്ര പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ കൂടെ ഉള്ള ചേട്ടന്മാരൊക്കെ അടിപൊളിയായിരുന്നു നമ്മളോട് വർക്ക് ചെയ്തത്. ലൊക്കേഷൻ ഭയങ്കര രസമായിരുന്നു. വിമൽജിനകത്ത് IPS ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടില്ലേ? ചുമ്മാ ഞങ്ങളിങ്ങനെ പോയി പിടിക്കുക, ഒരു ക്യാരക്ടർ ചെയ്യാനില്ല. അതുപോലെ ഈ ശ്രീധേട്ടനാണെങ്കിൽ ഈ ശ്രീധേട്ടൻ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻ കിങ് എന്നൊക്കെയാണ് എനിക്ക് ആരോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. നമുക്ക് അതെ മഹേഷിന്റെ പ്രതികാരത്തിലെ എക്സ്പ്രഷൻ ഒക്കെ ഈ പുള്ളിയുടെ ശ്രീധേട്ടന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ട്രോൾ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല കുഞ്ഞു വേഷമായിരിക്കും, വന്ന് ചിലപ്പോ പേര് പോലും കാണുന്നില്ല, പക്ഷെ അത് കറക്റ്റായിട്ട് പിന്നീട് എവിടെയെങ്കിലും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇട്ട് വെച്ചിട്ട് പോകുന്നത്. പിന്നെ ഒരു ഭാഗ്യമുള്ള നടൻ എന്നൊരു പേര് മനോരമയിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. പരിചയമുള്ള സംവിധാനം പടം വിളിച്ചത് ഉടനെ വിളിച്ചു, എടാ ഭാഗ്യമുള്ളൊരു ഞാനാ. അല്ല അത് സത്യം, മുഖം കാണിച്ച ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം അത്. അങ്ങനെ ഒരു പരിപാടിയിൽ, അതായത് ഹിറ്റ് ആവുന്ന പടങ്ങളിലൊക്കെ നമുക്ക് വേഷം കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ആളുകൾ വിചാരിക്കുക. ആളുകൾ കാരണം വെച്ചാൽ വേറെ പ്രശ്നമുണ്ട്, പുള്ളി ഇപ്പോഴാണ് സ്വന്തം ലുക്കിലൊക്കെ വേഷം കിട്ടാൻ തുടങ്ങിയത്. മറ്റേത് ലുക്ക് വൈസ് മൊത്തം മാറ്റമാണ്. മഹേഷിന്റെ പ്രതികാരം, പിന്നെ അമ്പിളി, കുമ്പളങ്ങി ഡൈറ്റ്സ്, മായാനദി, RDX, ആവേശം, രോമാഞ്ചം, ഗപ്പി, ഇതെല്ലാം അതിനകത്തൊരു ക്ലിപ്പ് എടുത്തോണ്ട് ഞാൻ എഡിറ്റ് ചെയ്തത്. നീ ഇടക്കിടക്കല്ലേ നിന്റെ പാസിംഗ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു സാധനം എന്ന് പറയുന്ന പോലെ രക്ഷപ്പെട്ടു. ശ്രീധര, ഈ ജിത്തു മാധവൻ ഈ കഥ പറയുമ്പോഴേ, അപ്പം അതിന്റെ ഒരു കഥ പറയുന്നത്. കാരണം ജിത്തു മാധവൻ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എനിക്ക് തോന്നുന്നു ജിത്തു മാധവനേക്കാൾ സീനിയർ ആണ് ശ്രീധരൻ എന്ന് തോന്നുന്നു. അപ്പോ പിന്നെ ശ്രീധരനും സിനിമ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. സിനിമ സ്വന്തം സംവിധായകനാവാൻ വേണ്ടി ബാക്കി വർക്കൊക്കെ ചെയ്യാൻ മാറി നിന്ന് ഒരുപാട് കഥകൾ കേൾക്കുകയും എഴുതിലും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്താണ് പെട്ടെന്ന് മറ്റു പല പ്രോജക്റ്റുകളാണ് ആലോചിച്ചെന്നുള്ളത് എനിക്കറിയാം. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ പൈങ്കിളി ചെയ്യാം? അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ജിത്തു എനിക്ക് വേണ്ടി, അതായത് കുറെ നാൾ, ഒരു 3-4 വർഷം മുമ്പേ എഴുതിയ സ്ക്രിപ്റ്റ് ശരിക്കും. എഴുതിയിട്ട് ഇതോടെ വെച്ചിരിക്കുമായിരുന്നു, നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് ശേഷമാണ് രോമാഞ്ചം ചെയ്യുന്ന ആവശ്യം. തിരക്കായപ്പോഴത്തേക്ക് പിന്നെ ഇതിനൊരു ടൈം കിട്ടിയില്ല. ഞാൻ വേറെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, സമയം കിട്ടാതെ നമുക്ക് ലാസ്റ്റാണ് ഒരു സുപ്രഭാതത്തിലാണ് ജിത്തുവിനെ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്, മറ്റേ ചെയ്യാം, ഞാൻ റെഡി, നിങ്ങളോ എന്ന് ചോദിച്ചു. ഞാൻ റെഡി, ഡബിൾ ഓക്കെ, എപ്പോഴും ഞാൻ റെഡിയാണ്, ഞാൻ ഇപ്പോൾ കയറി വരട്ടേന്നാ ചോദിച്ചു. ഇപ്പം കയറട്ടേന്ന് ചോദിച്ചു. അവിടുന്ന് ഒറ്റ മിനിറ്റ് ഒന്ന് നിൽക്കണേ, ഞാൻ ഒറ്റ മിനിറ്റ് ഇപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ റെഡി, സെറ്റ് ബുക്ക്, അമ്പ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് സുഖമാക്കി തരുമോ? സുഖമാക്കി തരാം. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പണി കൂടെ തുടങ്ങി, ഡയറ്റിങ് തുടങ്ങി പുള്ളി. അങ്ങനെയാണ് പെട്ടെന്ന് ശരിക്കും സംഭവിച്ചത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പിന്നെ അമ്പാന്റെ ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പലരും സൂക്ഷിച്ചു നോക്കി. അത് മാത്രമല്ല, നമ്മുടെ ഈ പാട്ടില് ബബിൾ സോങ്, ഈ ബബിൾ സോങ് ഇറങ്ങുന്നതിന് ഈ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മറ്റേ പൊന്മാൻ വന്ന് ഇവന്റെ രൂപം തന്നെ വേറെയാണ്. അപ്പൊ അത് തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് വരുന്നത്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അടുത്തിറങ്ങിയ 2 ഹിറ്റ് പടത്തിലും വർക്ക് ചെയ്യാൻ പറ്റി. അതെ. തൊട്ട് പുറകെ നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്ക് സോങ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഇട്ടുപോയി. ഇയാൾ ഇത്ര പക്ഷെ അതുപോലെ കഷ്ടപ്പെടുന്നറിയാം. അവരത്രയും പിടിക്കുക അങ്ങനത്തെ ഒരാളാവും. ഞാൻ പടം കണ്ടിട്ട്, ഞാനിപ്പം നമ്മളെല്ലാവരും ഒരു ദിവസമാണ് പടം കണ്ടത്, ഒരുമിച്ച് അല്ലെങ്കിൽ പോലും ഒരു ദിവസമാണ് പടം കണ്ടത്. ഒരു ഷോയ്ക്ക് തന്നെയാണ് പടം കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ സജിൻ മുമ്പേ നടന്നുണ്ട്, ഒരു സ്ത്രീ വന്നിട്ട് പുള്ളിയോട് ചോദിക്കുക, എന്തുവാ കാണിച്ചു വച്ചേക്കുന്നത്? അതായത് ഒരു സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി പ്രപ്പോസൽ സീൻ മുതൽ അങ്ങോട്ട് ഈ സജിനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ സൂകേറി അങ്ങ് അറമാദിക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. സത്യത്തിൽ ഈ സജിന്റെ മുന്നിൽ അഭിനയിക്കാൻ ബാക്കിയുള്ളവർക്ക് പിടിച്ചിരിക്കാൻ വലിയ പാടുപെട്ട്. അതെന്താ പറയാ, ഇവന് അതായത് സജിന്റെ അഭിനയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം എല്ലാ ടേക്കിലും അല്ലെങ്കിൽ എല്ലാ ഷോട്ട് വെക്കുമ്പോഴും അവനില്ലെങ്കിലും ഈ സജഷനിൽ വന്ന് പുള്ളി പെർഫോം ചെയ്യുമ്പോൾ ഇവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി
അപ്പം സാധാരണ വന്നിട്ട് ആ ഡയലോഗ് പറയാൻ അസോസിയേറ്റ് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക പണ്ടൊക്കെ. പക്ഷെ ഇവൻ അവിടെ വന്ന് നിന്നിട്ട് ഫുൾ പെർഫോം ചെയ്യും. അങ്ങനെ പെർഫോം ചെയ്ത് ഇയാൾ തളരും. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത്. അതുവരെ പുള്ളി പെർഫോം ചെയ്തിട്ടേ പിറ്റേന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഫുൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സപ്പോർട്ടാണ്, നല്ലതാണ്, നല്ല പരിപാടിയാണ്. പക്ഷെ ഇവൻ തളർന്നു പോകും. തളർന്നിട്ട് ഇവന്റെ ഫ്രണ്ടിൽ പിന്നെ ലാസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പറഞ്ഞു, അയ്യോ ചേട്ടോ ഇത് നാളെ എടുക്കാൻ പറ്റൂല, റെഡി നാളെ എടുക്കാം. അങ്ങനെ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും. അത് കൂടെ നിൽക്കുകയും ചെയ്യും. അല്ല ചുമ്മാ ഒരു ഷോട്ട് കഴിക്കാൻ അവരെ പോയിരിക്കുന്ന പരിപാടിയൊന്നും കംപ്ലീറ്റ് അവർ അസോസിയേറ്റ് പോലെ ഇങ്ങനെ നിൽക്കുവോടെ. ടെൻഷൻ ഒന്നും ഇല്ലാത്ത സെറ്റ് ആയിരുന്നല്ലേ? പടം അനൗൺസ് ചെയ്യുന്നു, ഷൂട്ട് തുടങ്ങുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, പടം റിലീസ് ചെയ്യുന്നു, ഭയങ്കരമായ പ്രൊമോഷൻ കിട്ടുന്നു. ഒരു നവാഗത സംവിധായകൻ വിളിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ നോക്കുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അതെ അതെ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതായത് നമുക്ക് ഇതുവരെ ഞാൻ ഒത്തിരി പടം അസോസിയേറ്റ് ചെയ്ത സമയത്തൊക്കെ നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒരു 10-ാം തീയതിയോ 25-ാം തീയതിയോ എന്നൊക്കെ ഒരു ഡേറ്റ്, ഫെബ്രുവരി 20-ാം തുടങ്ങാം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 എന്ന് പറഞ്ഞാൽ എത്ര 20 അറിയും. തൊട്ട് അടുത്ത മാസമാവും, അടുത്ത മാസമാവും, അങ്ങനെ നീണ്ടു പോകും. ഇത് 10-ാം തീയതി ജൂൺ 10 എന്ന് പറഞ്ഞു, 10 പ്രീ പ്രൊഡക്ഷൻ. അതേപോലെ ഞാൻ ഈ ജിത്തു എന്നെ വിളിച്ചിട്ട് ചേട്ടാ റെഡിയാണോ? ഞാൻ റെഡിയാണോന്നോ, ജിത്തുവിന്റെ സ്ക്രിപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? ഞാൻ 100% റെഡി. അപ്പഴേ വണ്ടി കയറി എപ്പോഴാണോ ചേട്ടാ സ്ഥലമൊക്കെ എടുക്കുന്നു, സമാധാനപ്പെട് എന്ന് പറഞ്ഞിട്ട് നേരെ വരുന്നു, സ്ഥലം എടുക്കുന്നു, താമസിക്കുന്നു, പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്നു. 10-ാം തീയതി നമ്മുടെ പിന്നെ ഷൂട്ട് ലൊക്കേഷൻ. പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു എവിടെയെങ്കിലും ഫാസിൽ ഒന്ന് മോൻ കാണിച്ചിട്ട് പോകും. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തിരക്കല്ലേ. അത് വേണ്ടാന്ന് വെച്ചോ? അല്ലല്ല, നമ്മളല്ല പുള്ളി. അപ്പം എന്തായാലും ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ കാണുമ്പോൾ അവരെന്താ പറയുന്നത്? തിയേറ്റർ വിസിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഷൂട്ട് ചെയ്ത് വെക്കുന്ന മൊത്തം ഒന്നും അല്ലല്ലോ ചാനലുകാർ പുറത്തു പറയാം. കട്ട് ചെയ്യുമല്ലോ. ഈ കട്ട് ചെയ്തിട്ട് പറഞ്ഞപ്പോ സങ്കടം തോന്നി എന്തെങ്കിലും സാധനം ഉണ്ടോ? എനിക്ക് അങ്ങനെ കട്ട് കിട്ടില്ല അധികം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് പറഞ്ഞിട്ടുള്ളൂ. കാര്യം എല്ലാവരും തിയേറ്ററിൽ ചെന്ന് നമ്മൾ കണ്ടുപോലും എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ എനിക്ക് അപ്പോഴേക്കും സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ അവർക്ക് കിട്ടി, അവർക്ക് അത് സാധനം കിട്ടി. ഇല്ലെങ്കിൽ ആരായാലും ഇതെന്താണ് എന്ന് തോന്നും. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഒരു നിമിഷം തോന്നി ഇവിടെ ഇത് കയ്യിൽ പോവോ? ആ പ്രപ്പോസൽ സീനൊക്കെ മറ്റേ പുള്ളി മറ്റേ സിനിമയുടെ റെഫറൻസ് ഒക്കെ ഇട്ട് വരുന്നത്. അല്ല, എനിക്ക് ജിത്തുവിന് 100% വിശ്വാസമാണോ? എനിക്കത് അറിയാം അവൻ എന്താണ് ഉദ്ദേശിച്ചത്. അവൻ ഉദ്ദേശിച്ചത് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ സിനിമ പെട്ടെന്ന്. അത് ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ സജിൻ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ജിത്തുവും ശ്രീധരനും തമ്മിൽ കണക്ഷനാണ്. അതുകൊണ്ട് പടം വർക്കാവുന്നവരെ ഞങ്ങൾക്ക് ഒരു സംശയം ഇല്ലായിരുന്നു. കാര്യം വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ സാധാരണ റൈറ്റേഴ്സ് ഒന്നും അങ്ങനെ നിൽക്കത്തൊന്നുമല്ല. അവൻ കൂടെ രാവിലെ വരിക, ഒരു സാധാരണ ഒരു അസോസിയേറ്റ് വരുന്ന പോലെ തന്നെ രാവിലെ തന്നെ വരും, ലൊക്കേഷൻ വരും, ഫുൾ ആർട്ടിസ്റ്റിനെ എല്ലാം കയ്യിൽ വരാതിരിക്കാൻ പറ്റും. പുള്ളിയുടെ പൈസ അതെ അവിടെ ഉണ്ടാവും. സാമീപ്യം അറിയിച്ചാണ് പരിപാടി എല്ലാത്തിനും കൂടെ. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ പോലെ അരുണ് അസോസിയേറ്റ്, പിന്നെ ചീഫ് നമ്മുടെ കൂടെ വന്നേ അരുൺ അപ്പൂട്ടൻ, അവന്, പിന്നെ അബി, ഫൈസല്, പിന്നെ നവീൻ അസ്റ്റ് ചെയ്തു, പിന്നെ എന്നോട് സജിന്റെ അനിയൻ ഒരു വർക്ക് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സണ്ണി, അവരൊക്കെ നല്ല പണിയാണ്. ഞാൻ പലപ്പോഴും ഈ ലൊക്കേഷനിൽ നിങ്ങൾ ഈ ഇവരുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുള്ള ആളായിരുന്നു. നമ്മളിത് കണ്ടോണ്ടിരുന്ന. അതെ 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 അതെ, അങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിമലിന്റെ കൂട്ടാളികളും ബിജുചേട്ടൻ, പിന്നെ നമ്മുടെ സെന്റിൽ പൂജിപ്പൻ. പിന്നെ സംശയം എന്നോടൊരാണ് ചോദിച്ച ചോദ്യം ചോദിച്ച തെറ്റായിട്ട് തിരിക്കരുത്. എന്തിനാണ് ആ പുള്ളി കോയമ്പത്തൂർ പോയിട്ട് സാധനമായി കൊണ്ടുവന്നത്? ഒരു വീരപ്പന്റെ തല കൊണ്ടുവരുന്നു പ്രതിമ. അത് നിങ്ങൾ പോസ്റ്ററിലൊക്കെ വെച്ചപ്പോ ഇതിനകത്ത് കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിരുന്നു. രോഹിതാ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാമറമാൻ ചോദിച്ചു എന്തിനാ ആ സാധനം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അല്ലല്ല, അത് വേറൊന്നുമല്ല. ഇയാളങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം രോഹിത്തിന് തന്നെ ഇല്ലേ മറ്റേ എന്തെങ്കിലുമൊക്കെ കളക്ഷൻ പരിപാടികളില്ലേ, പലർക്കും പല രീതിയിലാണ്. ഇവനിങ്ങനെ പ്രതിമ അങ്ങനത്തെ സാധനങ്ങളാണ് ഇയാളെ ഇവൻ ആ ഫോൺ കട്ടിൽ കാണിക്കുന്നുണ്ട്. എല്ലാ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇവന്റെ ഒരു കളക്ഷൻ, അത്ര ഉദ്ദേശമുള്ളൂ.
അവനിഷ്ടമായത്. അപ്പൊ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് സീതയുടെ വർക്ക് ചെയ്ത എല്ലാ സിനിമയിലും കയറി അഭിനയിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ? പറ്റുമെങ്കിൽ പണ്ട് ദിലീപ് ഒക്കെ ചെയ്തിരുന്ന ഒരു സാധനമാണ് കിട്ടുന്നതൊക്കെ. ഇതിനകത്ത് അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ അഭിനയിക്കാൻ വരുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അല്ല രണ്ടും കൂടെ പണി അല്ല, പക്ഷെ എന്താ എന്നിട്ടും അവിടെ പ്രസൻസ് അറിയിച്ച എവിടാന്നറിയാമോ? കൊട്ടാരക്കര താലൂക്ക് കുണ്ടാവള വീട്ടിൽ. അതെനിക്ക് പണിയാ കുണ്ടാവള വീട്ടിൽ അത് സ്വന്തമായിട്ട് തീരുമാനം. അതെനിക്ക് പണിയുന്നതാ. ആരാധിക്കണം. ആ പണിയൊന്നും സൂചിച്ചതുകൊണ്ടല്ലേ വെച്ചില്ല. ഡയറക്ടറൊക്കെ അത് കേട്ടായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ശ്രീകഥ, നമ്മള് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർ ഈ പടം ഇറങ്ങിയ പിറ്റേ ദിവസം നാട്ടിൽ പോയി സ്വന്തം നാട്ടുകാര് സിനിമ എങ്ങനെ സ്വീകരിച്ചത്? ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ. അതായത് ഒരു നാട് മുഴുവനും, അത് എന്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇത്രയും സപ്പോർട്ട് വന്നു ഒരു മേല നാട് ഫുള്ളായിട്ട്. ഞാൻ ഒരു ദിവസം പോകുമ്പോൾ വാട്സാപ്പിൽ എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് ഇതിലെന്താന്ന് വെച്ചാൽ ആ നാട്ടിൽ പടം കാണാൻ പോകാത്തവരെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പാ. പടം കണ്ടിട്ട് ഫോട്ടോ ഇട്ടോളാം അതിനകത്ത്. നാട് ഉത്സവത്തിന് ജംഗ്ഷനുകളിലെല്ലാം ഇഷ്ടംപോലെ ഫ്ലെക്സ്. ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. കാര്യം അവർക്ക് എന്ത് പറഞ്ഞാലും അത് മതിയാവില്ല. കാര്യം പിന്നെ നമ്മുടെ ഉത്സവത്തിന് ഏതൊക്കെ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ടോ? ഉത്സവത്തിന് അനൗൺസ് ചെയ്യുക, അതായത് ഇന്നൂടെ ഉത്സവമുള്ളൂ, രാവിലെ പോയി ഉറങ്ങരുത് കാര്യം. പക്ഷേ വെളുപ്പിനെ തീരുന്നത്. അപ്പോൾ വെളുപ്പിന് 5 മണിക്കാണ് പരിപാടികളെല്ലാം അവസാനിക്കുന്നത്. അപ്പം 5 മണിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കിടന്ന് ഒന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞുള്ള ഷോ നിങ്ങൾ എല്ലാവരും പോയി കാണണം. പൈക്കിളി ഇങ്ങനെ അനൗൺസ് ചെയ്തു. എന്റെ കിളിയുണ്ട്. ഒരു സിനിമ ഇറങ്ങി ഇത്രയും തിയേറ്ററുകൾ കളിക്കുന്നു, ഓൾ ഓവർ ദ വേൾഡ് കളിക്കുന്നു, നല്ല ഇത്രയും പ്രശസ്തികൾ കിട്ടുന്ന ഒരു സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം രാത്രി ഡയറക്ടർ സ്വന്തം നാട്ടിലെ ഉത്സവത്തിൽ വന്നിട്ട് അവിടുത്തെ എല്ലാ വർഷവും ചെയ്യുന്ന മുടിയെഴുന്നള്ളത്തിന് രാത്രി 2 മണിക്ക് മുടിയെഴുന്നള്ളത്തിന് അവിടുത്തെ വഴിപാട് വിളക്കെടുത്തിട്ട് പോകാന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനുള്ള നാടിനോടും ഒക്കെ ഉള്ള സ്നേഹമായിട്ട് കാണുന്നത് ഞാൻ വളരെ ആധുനികമായി പുകഴ്ത്തേക്ക് വിട്ടതാട്ടോ. എന്റെ പൈസ വേറെ തരണം. ഏഷ്യാനെറ്റിൽ പോയി ആദ്യം പറയാമോ? ചിലർക്ക് ഇൻസ്പിറേഷൻ. അയ്യോ, ഏഷ്യാനെറ്റിൽ ഞാൻ പോകുന്നത് കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ആയിട്ടാണ്. ഫസ്റ്റ് അതിന് വേക്കൻസി ഉണ്ടായിരുന്നു അവിടെ ഏഷ്യാനെറ്റില്. അത് നമ്മൾ പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ട് നമ്മളെ പുറത്തുനിന്ന് ഹയർ ചെയ്ത് വിളിക്കുമല്ലോ, അങ്ങനെ വിളിക്കുന്നതാണ്. അപ്പൊ പക്ഷെ എന്റെ ഉദ്ദേശം തുണിയൊക്കെ തേച്ച് കൊടുക്കുക, ഈ പരിപാടിയൊക്കെ. അതെല്ലാം ഡ്രസ്സ് അവർ കൊണ്ടുവരും അവിടുന്ന്. വേറെ അല്ല, അവിടുന്ന് ഒരു ഡിസൈനർ സെറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരുന്ന ഡ്രസ്സ് അതൊക്കെ എടുത്ത് അയൺ ചെയ്ത് അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ അത് മാറിയത് എത്രയോ ദിവസം കരഞ്ഞിട്ടൊന്നും അറിയാം. പൊന്നെ അത് ഓർമ്മിപ്പിക്കല്ലേ. അതെ, വിളിക്കാറൊക്കെയുണ്ട്. ഞാൻ എപ്പിസോഡിലും മിക്ക എപ്പിസോഡുകളിലും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുത്തെങ്ങനെ അറിയാം, മറ്റേ വഴിപോക്കൻ. അപ്പൊ ഈ വഴിപോക്കൻ അവിടുന്ന് ആർട്ടിസ്റ്റ് 2 പേര് നടന്നു വരുമായിരിക്കും. അപ്പൊ ഇവിടുന്ന് എന്നെ ക്യാമറ എടുത്തുനിന്ന് സജസ്റ്റ് ചെയ്യുന്ന അങ്ങോട്ട് ബാക്കിലാണ് പറഞ്ഞത്, ബാക്ക് ഷോട്ടായിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരെ ഇങ്ങനെ പോകും. ചിലപ്പം അവർ ചോദിക്കും പിന്നെ അത് ഇന്ന അവിടെ വീട് ഇടാം. അപ്പൊ കുറേ ആയി ഞാൻ അങ്ങനെ ഇങ്ങനെ പോകുന്നു, സാധനം പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പോകും. മോക്കാണ് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ബാക്ക് പോയപ്പം ഏതോ ഒരു ശശിയുടെ വീടോടാ. ശശിയുടെ വീട് മോഹമുണ്ട്. ആ ചേട്ടാ അവിടുന്ന് ലെഫ്റ്റ് പോയാൽ കേട്ടോ. അപ്പം ഞാൻ ഒരു ഡയറക്ടർ കട്ട് പറയാമല്ലോ. പുള്ളിക്ക് മനസ്സിലായ പരിപാടിയാണ്. മനസ്സിലായി, ഓക്കെ, ഒരു കുഴപ്പമില്ല. കുറേ ആയി ഇതുവരെ ഒന്ന് തിരിഞ്ഞ് സ്ഥിരം വഴി നടക്കാറുള്ള വഴിപോക്കൻ. അത് ഞങ്ങൾ തിരിഞ്ഞ് നിന്ന് സംസാരിക്കും. പിന്നെ എനിക്ക് അല്ലാതെ വേഷങ്ങൾ തരാൻ തുടങ്ങി. മീന ജാസ്മിൻ നായികയായിട്ടുള്ള മിസ് രേഖ തരൂർ എൻട്രി. അതായത് ഞാൻ സീരിയലിലേക്കുമ്പോ എങ്ങനെങ്കിലും എനിക്ക് എത്താൻ വേണ്ടി ഒരു വഴിയും കിട്ടുന്നില്ല. വഴി കിട്ടുന്നപ്പോ എന്റെ ഭാഗ്യത്തിന് സിനിമ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വിനയൻ ചേട്ടല്ലേ, വിനയേട്ടൻ ഒരു പടത്തിന് ഒരു സീരിയലിൽ വന്നു. അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞു, അപ്പൊ പുള്ളിയുടെ ഒരു പടം ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, അത് ഞാൻ കൊണ്ടുപോകാം, നമുക്ക് നീ റെഡി ആയിക്കോ. അപ്പൊ കുറുപ്പുമാരായിരിക്കണമെന്ന് പറഞ്ഞാൽ കുറുപ്പ് സാറിനോടാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്.
അപ്പൊ കുറുപ്പ് സാർ പറഞ്ഞ് കുഴപ്പമില്ല, നിനക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് പൊക്കോ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് സാധാരണ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒക്കെ ഒരു കുഴപ്പമില്ല, നീ പോയി ധൈര്യമായിട്ട് പൊക്കോളാം. ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. ആ പടം ഞാൻ ഫുള്ള് വർക്ക് ചെയ്തു. അടുത്ത എൻ്റെ പടം എന്ന് പറയുന്നത് നീലാകാശം പച്ചക്കറി. അവിടെ മുതൽ പിന്നെ എനിക്ക് വേറൊരു ഗ്രൂപ്പിൽ ഞാൻ പോയിട്ടില്ല. സമീർക്ക, ആഷിഖ്, ആഷിഖേട്ടൻ, ദിനേശ് ചേട്ടൻ, ഈ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യും. അതിനകത്ത് ആദ്യത്തെയാണ് നീലാകാശം. പിന്നെ അങ്ങോട്ട് വെച്ചടി നല്ല സിനിമ, നല്ല കുറച്ച് പടങ്ങൾ പേരായി, ഇൻഡസ്ട്രിയിൽ നല്ല പേരായി, നല്ല വേറെ പൈസ കേട്ടോ. അത്യാവശ്യം അത് തന്നെ എനിക്ക് നീലാകാശം തന്നെ അവസാനത്തെ 2-3 ഷെഡ്യൂളായി വർക്ക് ചെയ്തത്. ആദ്യം ഇതൊരു പോസ്റ്റിംഗ് കണ്ടിന്യൂറ്റി ആയിരുന്നു, കണ്ടിന്യൂറ്റി നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ഷെഡ്യൂള് എനിക്ക് തന്നെ ചാർട്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ അത് കാര്യം ചെയ്തത് വിശ്വേട്ടനാണ്. വിശ്വേട്ടൻ അപ്പൊ ഇടുക്കി ഗോൾഡിന് പോകണം. അപ്പൊ വിശ്വേട്ടൻ ചീഫ് ജോണായിരുന്നു, നമ്മുടെ ജോണില്ലേ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പം ജോണിന്റെ അടുത്ത് പറഞ്ഞു ഇവൻ ചെയ്തോളൂ, പരിപാടി അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ അവരെന്നെ ഞങ്ങൾ വിശ്വസിച്ചു. ടെൻഷനായി പോയി, ടെൻഷനായി പോയി പോയിട്ട് 25 ദിവസമാണ് വന്നേക്കുന്നത് തൃശ്ശൂർ ഷെഡ്യൂൾ. 21 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റി. അതങ്ങനെ ചാർട്ട് ചെയ്തു. അത് ഇച്ചിരി ടെൻഷൻ അടിച്ചു. കാരണം അതൊരു ഭയങ്കര കാര്യം, ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏറിയാണല്ലോ ചീഫ് അസോസിയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്ക് സാധാരണ ഇല്ല. പിന്നെ അതിൽ ഒപ്പിച്ചു. ഞാൻ എപ്പോഴും ചീഫ് അസോസിയേറ്റിന്റെ തൊട്ട് താഴെ നഷ്ടമായിട്ടില്ല. ഇതാവാനാണ് ശരിക്കും എനിക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് പറയാനും കഴിയും. മറ്റേ ചാർട്ട് കയറിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. ഫുൾ ടെൻഷൻ ആയിരിക്കും. അതായത് കൺട്രോളർ അപ്പുറത്തുനിന്ന് എക്സിക്യൂട്ടീവ് വിളിക്കും, പിന്നെ പ്രൊഡ്യൂസർ വിളിക്കും, ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇരിക്കണം. അപ്പൊ അതിന് ജിത്തു എപ്പോഴും പറയും, ശ്രീധരൻ ചാർട്ട് ചെയ്യുമ്പോൾ പട്ടി വെച്ച് കിടക്കുന്നവരാണ്. അടുത്തോട്ട് വരാൻ ഞാൻ കട്ടിലെ ഒരുപാട് പേപ്പർ നിരത്തി വെച്ചേക്കും, അവിടെ എവിടെയൊക്കെ ഇട്ടിങ്ങനെ നിരത്തി വെച്ചേക്കും. അപ്പം ഇത് ആരെങ്കിലും ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിൽ വന്ന് തെറ്റും. അപ്പം എൻ്റെ റൂമിലോട്ട് കയറിയുമ്പോൾ ഞാൻ വരല്ലേ ചാർട്ട് വരല്ലേ പൊന്നെ വരുന്നില്ല. ഗപ്പി, പിന്നെ എന്റെ ഫസ്റ്റ് ചീഫ് കൂടെ വന്നു. ഗപ്പി, അമ്പിളി, മർഡോണ, ഇതൊക്കെ ഞങ്ങൾ അല്ല ജിത്തുവും ശരിക്കും രഞ്ജു എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ്. ഇവർ രണ്ടുപേരുമാണ് സത്യത്തിൽ എനിക്ക് ചീഫായിട്ട് നിന്നിട്ടൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. കരച്ചിലിന്റെ പരിപാടിയാണ്. കാര്യം എനിക്ക് അത്യാവശ്യം നല്ല പ്രോപ്പറെല്ലാം അവന്മാരെ നല്ല ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ജോണിന്റെ എന്നുള്ള തെറിവിളിയൊക്കെ പലതും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ജോണിന്റെ ആയാലും വിശ്വന്റെ ആയാലും ഒക്കെ ഏത് കണ്ടിന്യൂറ്റി എന്ത് മിസ്റ്റേക്ക് വന്നാലും ഞാൻ ഈ ഡയറക്ടർ വിളിക്കണം. അറിയാൻ പറ്റിപ്പോന്നെ, ബാക്കി ആരെയും കാണില്ല. തെറി എനിക്ക്. അപ്പൊ ഞാൻ വേറെ ആരൊന്നും പറയില്ല, ഞാൻ സ്വയം ഏറ്റു വാങ്ങിയിട്ട് ശരിക്കും അത് എപ്പോഴും പറ്റുന്നത് അത്. അപ്പൊ ഞാനതിനും വിമാനത്ത് പറയണത്, ഈ മിസ്റ്റേക്ക് പറ്റുമ്പോൾ എപ്പോഴും ഞാനാണല്ലോ ഫ്രണ്ടിൽ. നിങ്ങൾക്ക് ഇവിടെ പോകും ചേട്ടാ, നിങ്ങളെ ആവുമ്പോൾ അത്രയും കുറച്ചേ വിളിക്കുന്നുള്ളൂ, ഞങ്ങളെ കൂടുതൽ വിളിക്കും. അതുകൊണ്ട് ഞങ്ങൾ മുങ്ങുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല, തിരിച്ചാ നല്ല വിളിക്കും. അടുത്ത പരിപാടി അഭിനയമുണ്ട്. പിന്നെ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടായ കഥ വീട്ടിൽ കൂടെ പോകുമല്ലോ. അത് അന്ന് ഞാൻ അറിയിക്കുന്നത് എല്ലാത്തിനും സാക്ഷി. അതുകൊണ്ടാണ് അയാളെ മറ്റേ അതില്ലേ വിഷ്ണു ചെയ്ത ക്യാരക്ടർ. അപ്പൊ അവരുടെ ഒരു ക്രൈമിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഫസ്റ്റ്, തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇയാള് അത് പ്രശ്നമാക്കുമെന്നുള്ള രീതിയിൽ തന്നെ ഇയാളൊരു സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ്. ഇപ്പൊ ഇയാള് പോയി അത് പുറത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. അത് പൈസ കൊടുത്താലോ അല്ലെങ്കിൽ ഒതുക്കിയാലോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് പിന്നെ ഇയാൾ വേണ്ട. അത് ഞാനത് എപ്പോഴും പറയുന്നത്, ഇത്രയും ഇടിയും ബഹളവും നടന്നിട്ടും അതി മരിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രം അല്ലേ. അപ്പൊ നമ്മള് പൈങ്കിളിയിലേക്ക് തിരിച്ചു പൈങ്കിളി ഈ അനശ്വര ഇവരെ കാണാതെ വേറെ പോകുകയാണ് എല്ലാവരെയും കണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജിസ്മ, ഒരു മലയാള സിനിമയ്ക്ക് പുതിയൊരു നായികയെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ കൊച്ചിന്റെ ഡാൻസ്, അമ്മൂമ്മയുടെ പെർഫോമൻസ്, മാരകം, പാട്ടുകൾ അടിപൊളി. ബുള്ളറ്റില് കോയമ്പത്തൂരേക്ക് പോകുന്ന മൂഞ്ചി 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 തമിഴറിയാത്തവന്മാര് വിചാരിക്കും നാറികൾ എന്തുകൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിനിമയ്ക്കകത്ത് അശ്ലീലം. തിരിച്ചു വരുമ്പോൾ അതിന്റെ ടോണങ്ങ് മാറുമോ?
ആ മറ്റേ പാലത്തിലൊക്കെ കിടന്ന് ഹിന്ദുവ കാണിക്കുന്ന മറ്റേ ബൈക്കിൽ വന്ന് ഇറങ്ങിയിട്ട് ആ കരയുന്ന സീനും പിന്നെ ആളുകൾ അത് തന്നെ, അത് നമുക്ക് ശരിക്കുണ്ടല്ല, അത് ഒറ്റ ഷോട്ടാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന മുതല് ഒറ്റ ഷോട്ടാണ്. ശരിക്കും ഇത് കട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാണ് നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പൊ ഷോട്ടൊക്കെ പ്ലാൻ ചെയ്ത് വന്നിറങ്ങുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കട്ട്സ് പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തു. ഇവന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, ഇവന് കട്ട് ഷോട്ട് ഇനി വേണ്ടതിന് ഒറ്റ പരിപാടി. കാര്യം എല്ലാ ഷോട്ടിലും നമ്മൾ ഫുൾ പെർഫോമൻസ് പോകാറുണ്ട്. ഏത് ആംഗിളിൽ നിന്ന് ഷോട്ട് വെച്ചാലും ഫുൾ പരിപാടി പിടിക്കാറുണ്ട്. അപ്പൊ ഇവന് ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തങ്ങ് പോയി. ചെയ്തൊക്കെ നല്ല രസമുണ്ട്, ഓക്കെയാണ്. അവനെ മൂടെ ഇതാക്കണ്ട. അതുപോലെ മറ്റേ ഈ മെന്റൽ ഹോസ്പിറ്റലില് അവസാനം സങ്കടം വരുമ്പോ എന്ത് ചെയ്യണം എന്ന് കാണിച്ചു സാധനം കൊണ്ടുവന്ന് അപ്പുറത്തോട്ട് വന്നിട്ടേക്കുന്ന സിനിമ കണ്ടവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ദയവ് ചെയ്ത് പോയി പൈകളി കണ്ടിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കാണാം, അല്ലാത്ത ആരും ഇന്റർവ്യൂ കാണും. പെങ്ങളി ഇത് നമ്മുടെ ഒരുപാട് ടെൻഷനും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുന്നവര് ഈ പടം കണ്ടാൽ മതി. അല്ല ഞാനത് ഏറ്റവും ഞാൻ ആ ഒരു സമയത്ത് ആ പടത്തിന്റെ ഒരു ഭാഗത്ത് ഇവള് ഒരു ഫോൺ കോൾ വന്നിട്ട് ബാത്റൂമിൽ കയറി കരയുന്ന ഒരു സീനുണ്ട്. ഞാൻ വെച്ചത് ചളവാക്കും. ഇത് വേറെ ഓളത്തിൽ വന്നിട്ട് ഇത് സെന്റിമെന്റ് സ്റ്റാക്ക് പിടിക്കാൻ പോവാണ്. അവിടെ ആ കണ്ണ് തുറച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ സിനിമ ഒരു പോക്ക് അതെ. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ പടം തുടങ്ങിയ പോലെ ആലോചിക്കും ഇതിന്റെ ടൈറ്റിൽ എവിടെ, പൈങ്കിളി എന്തെങ്കിലും എഴുതി കാണിക്കുന്നില്ലല്ലോ, പൈങ്കിളി എഴുതിക്കണം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന്റെ പകുതി ആയപ്പോണ്ട് അതാണ് ടൈറ്റിൽ. ഇത് അത് അങ്ങനെ ഒരു സംഭവം വരാൻ കാരണം എന്തുവാ? അത് നേരത്തെ മുതലേ അങ്ങനെ പ്ലാൻ ചെയ്ത്. കാരണം അവന് ചെമ്പരത്തി പോലെ ഇവിടെ ചെന്നാ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചെമ്പരത്തി പോലുള്ള നമ്മുടെ ഇങ്ക അത് അങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് സ്പേസ്, നല്ല സ്പേസ് അവിടെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു സംശയം യുവതിക്ക് അറിയാമായിരിക്കുമല്ലോ തുടക്കം മുതൽ കൂടെ ഇതിനകത്ത് ആ പുഷ്പം ഡയലോഗൊക്കെ പുള്ളിയുടെ വാട്സപ്പിൽ നിർത്തിയാണോ, ഭയങ്കര ഡയലോഗ് ശ്രീധരന്റെ വാട്സപ്പ് തപ്പി എടുത്താണോ? ആണോ? നിങ്ങളവിടെ തെങ്ങനെ വോയിസ് അയക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ കോമഡികളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതായത് സിറ്റുവേഷനാണ് പൊട്ടിപ്പൊട്ടുന്ന സാധനങ്ങൾ. അതായത് നമ്മൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് രാവിലെ കഴിയുമ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ച് ജിത്തുവായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യും. ഒരു ദിവസം കൊണ്ട് തീരേണ്ട സീനൊക്കെ 2 ദിവസം 3 ദിവസം എടുത്തിട്ടുണ്ട്. കാര്യം അവിടുന്ന് ഡെവലപ്പ് ആയിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ച് അങ്ങനെയാണ് കയറ്റി. അപ്പൊ ആ സ്ഥലത്ത് ചിലപ്പം നമ്മുടെ ഒരു ക്യാമറമാൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, അവന്റെ ഡയലോഗുണ്ട് ഇതിനകത്ത്, എന്നെ ചലഞ്ച് ചെയ്യാനാടാ മനസ്സിലാറല്ലേ, അത് അവന്റെ വായിന്ന് കേട്ടോ. അപ്പൊ ഇങ്ങനെ സജീവ് പറയട്ടെ, ഞാൻ നല്ലതല്ലേ, കാരണം അത് കറക്റ്റ് സിറ്റുവേഷൻ മാച്ചാണ്. കത്തിച്ചോ കള്ളുകൂടിയാ അവനിത് അതുപോലെ കള്ളുകൂടിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപാട് റെഫറൻസ് എടുത്തിട്ടുണ്ട്. മറ്റേ അച്ചാറൂപ്പിൽ സാധനം എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം എന്തുകൊണ്ടാണ് ഈ കള്ളുകൂടിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിനിമയ്ക്ക്? നമ്മളൊക്കെ അടിക്കുന്നവരല്ലേ, നാട്ടുമ്പുറത്ത് നമ്മുടെ കള്ളുകൂടി പിടിച്ചൊരു അതാ പുള്ളി വന്ന് ഷർട്ട് ഇടാൻ വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളെങ്ങനെയായിരുന്നു? അല്ല, നിങ്ങള് നാട്ടുപുറത്തുള്ള ആൾക്കാരില്ലേ തിരിച്ചു നിന്റെ ഒരു സ്റ്റൈലല്ലേ പണ്ട് ആ സ്ഥലമല്ലേ മേലെ അമ്പലത്തിന്റെ അതിനെ തെങ്ങുംതോപ്പ് പരിപാടി. മൊത്തത്തില് ഈ പടം കണ്ടിട്ട് വീട്ടുകാർക്ക് എന്താ പറഞ്ഞു? വിമർശിയുടെ ഫസ്റ്റ് പടം എന്ന രീതിയിൽ ഫാമിലി വിമർശിക്കാത്ത പടം വർക്കായോ? ഈ അഭിനയത്തിൽ മുന്നേ പിടിക്കാനുള്ള പുള്ളിയുടെ ശല്യമില്ല, ഡയറക്ടർ അസോസിയേറ്റ് വന്നിട്ടല്ലേ മനസ്സിലാക്കുന്ന കോട്ട് പഠിക്കുന്നത്. ഇടയെ എന്റെ പടം കണ്ടിട്ട് ഇന്റർവ്യൂ എടുത്ത് തന്നെ ബോറടിപ്പിക്കാതെ ഇറക്കി വിടേ എന്നൊരു സാധനമുണ്ട്. പരിപാടി എല്ലാവർക്കും വർക്കായി, അതാണ്
പിന്നെ എല്ലാ പ്രോഡക്റ്റുകൾക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പ്രിയദർശൻ സിനിമകളെ കുറ്റം പറയുന്നത്, ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിനെ കുറ്റം പറയുന്നത്. നമ്മൾ പ്രിയസാറ് ശ്രീനിയേട്ടന്റെ സിനിമ കണ്ടിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. പക്ഷെ അതേ സാധനം തന്നെ അതേപോലത്തെ ഒരു പരിപാടി തന്നെ ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ ഏതൊരു ഓൺലൈൻ ഒരുപാട് പേര് ഞാൻ വന്നിട്ട് എന്നെ ഞാൻ നോക്കിയാ ഇപ്പൊ എല്ലാവരും ലിമിറ്റ് എടുക്കുന്ന പോയവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പയ്യൻ വന്നിട്ട് എന്റെ ഷട്ടർ ഞാൻ നോക്കുമ്പോൾ അടുത്ത എന്താ പറഞ്ഞു പുതിയതായിട്ടൊരു പ്രിയദർശൻ ശ്രീനിവാസൻ ശ്രീജിത്ത് കൂട്ടിട്ട്. പക്ഷെ അത് ഞാൻ കുറെ തപ്പി ആരും ഇട്ടില്ല. അല്ല വെട്ടത്ത് പോലും പോയി നിൽക്കാനുള്ള യോഗ്യതയില്ല. സൂചിച്ചില്ലേ കുറച്ച് ദൂരെ അയ്യോ ഞാനൊരു റിവ്യൂ കൊടുത്തായിരുന്നു, 1-2 പേർക്ക് കൊടുത്തായിരുന്നു. ഈ പൈങ്കിളിയിലെ പല സീനും കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചുരണ്ട എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് അമ്പാൻ വന്നിട്ട് വല്ല സുഖു വന്നിട്ട് വാഴ വെട്ടുന്ന സീനുണ്ട്, പ്രാന്തം ബീച്ച് വന്ന് വാഴ വെട്ടുന്ന സീനുണ്ട്. അത് പഴയ നമ്മുടെ ജയറാമിന്റെ പടം ഏതൊക്കെ പടം വടവിൽക്കാവടി അടിച്ചു മാറ്റിയതാണെന്ന് പറയുന്നത്. അടിച്ചു മാറ്റുന്നതല്ല, സിറ്റുവേഷനിൽ നമുക്ക് ഞാൻ സ്കൂഫ് പരിപാടി കുറെ ഉപയോഗിച്ചിട്ടുണ്ട് കുറെ സ്ഥലത്ത്. അതല്ലേ ഇത് ഓവറാണെന്ന് പറഞ്ഞത്. പക്ഷെ അതേ സീനില് ഞാൻ പ്രതീക്ഷിച്ചൊരു സാധനം ഇട്ടതുമില്ല. ഞാനും രോഹിത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ കണ്ടു. രോഹിതും പറഞ്ഞു ഇവിടെ മറ്റേ സ്ഥലം പോയിരുന്നു, പക്ഷെ അത് വന്നില്ല. എന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഈ വാഴ വെട്ടല്, അതായത് ഇയാൾക്ക് അസുഖമില്ലല്ലോ, നോർമലി ഭ്രാന്തം കാണിക്കാന്ന് പറയുന്നത് വാഴ കാണിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ മറ്റേത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തേ നമ്മൾ ഇത് പറയുന്നുണ്ട്, ഇത് മറ്റേ ആ പടത്തിൽ ഇങ്ങനല്ലേ. അപ്പൊ അതിനെന്താ നമുക്കും സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെ എന്താ ഉള്ള പറ്റില്ലല്ലോ. വെട്ടി മുറിക്കുന്നത് വിഷ്വലി കാണാൻ ഒരു സുഖവും ഒക്കെ വാഴയുള്ളൂ. പിന്നെ മാത്രമല്ല ഇതിന്റെ ആക്ടിങ് ആണല്ലോ, അല്ലല്ലോ. മാത്രമല്ല വാഴയുടെ പുറത്ത് കയറി ജനം വാഴയുടെ പുറത്ത് കയറിയിട്ടില്ല. അതാരും പറയുന്നില്ല. ആ വാഴയുടെ പൊക്കത്ത് കയറിയില്ലേ, ജനം കയറിയിട്ടില്ല. പക്ഷെ ആ സീനിൽ മറ്റേ ഡയലോഗ് കൂടെ വന്നാലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ നാട്ടുകാരെടുത്തിട്ട് പരിചയമായിരുന്നു. ഏതാ അബു സലീം അതിന്റെ അച്ഛൻ വരെ വന്ന് ഞാൻ പ്രതീക്ഷിക്കുക. കേട്ടോ നിന്റെ അച്ഛൻ വന്നില്ല. അമ്മൂമ്മ അകത്തുന്ന ഡയലോഗ് പറയുന്നത് ഇത് ഈ ഓവർ പരിപാടി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മൂമ്മ അകത്തുനിന്ന് പറയുന്ന ഡയലോഗ് അമ്മയുടെ പ്രസന്റ് അമ്മ ഇല്ല സീനിലില്ല. കഴിഞ്ഞാടെ അച്ഛൻ്റെ അമ്മന്റെ ചവിട്ട് കാണാൻ അത് പൊളിച്ചില്ലേ. അല്ല ഈ ഇത് മാത്രമല്ല, ഇതിനകത്ത് പിന്നെ കുഞ്ഞു കുഞ്ഞു സിനിമയെന്ന് കുറച്ച് ഡയലോഗുകളൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പ്രൊഡ്യൂസർക്ക് തന്നെ കൊടുത്ത് അയ്യോ പുള്ളി മറക്കാൻ ആഗ്രഹിക്കുന്ന കയ്യെത്തും നിർത്തി തന്നെ എടുത്തോണ്ട് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ. സ്പോർട്സ് പെർസ്പെക്റ്റീവിലൊക്കെ എടുത്ത്. പിന്നെ അത് മറ്റേ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മനുഷ്യനാവണം ആദ്യം എന്നിട്ട് പ്രണയിക്കാൻ പോകണം. അത് ഭയങ്കരമായിട്ട് വർക്കാണ് സാധനം. ചുരുക്കം പറഞ്ഞാൽ പൈങ്കിളി തിയേറ്ററിൽ പോയി കാണുന്നവരാരും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ വിമൽജിയുടെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടുള്ള ആദ്യത്തെ പടം ശ്രീജിത്ത് ബാബു എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഹിറ്റ് സിനിമകളുടെ ചീഫ് അസോസിയേറ്റും അഭിനേതാവായിട്ടൊക്കെ ഇരിക്കുന്ന മലയാളത്തിൽ ഭാഗ്യനടൻ ആദ്യ നടൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ ജിത്തു മാധവന്റെ തിരക്കഥയിൽ അമ്പാൻ നായകനാകുന്നു. ഒപ്പം ഫാസിൽ പ്രൊഡക്ഷൻസ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ടിക്കറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, കിട്ടുമെങ്കിൽ പോയി കാണാം ഉറപ്പായിട്ടും. അപ്പോ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. പിന്നെ ഉറപ്പായിട്ടും ചെറിയ മൊബൈൽ സ്ക്രീനിലേക്ക് നിങ്ങൾ ഒതുക്കാതിരിക്കുക. അത് മ്യൂസിക്കും പരിപാടിയൊക്കെ തിയേറ്ററിൽ തന്നെ കണ്ടാലേ അത് വർക്കാവും. ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, എന്നാലേ ആ ഒരു സുഖമുള്ളൂ. ഇത് ഒരു വലിയ ടീമിന്റെ കഷ്ടപ്പാടിന്റെ ചിരിക്കഥയാണ്. തലച്ചോറ് കുറച്ച് ദിവസത്തേക്ക് നേരത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക, എന്നിട്ട് നല്ല മനസ്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി പോടാൻ. ചിരിക്കാം, ചിരിപ്പിക്കാം, സന്തോഷിക്കാം. ഓക്കെ, താങ്ക് യു.